ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 30-ാം തിരുവചനം. ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. പുല്ലും പുഷ്പങ്ങളും കാണാൻ കണ്ണിന് എത്ര മനോഹരമാണ്. എന്നാൽ നയനങ്ങൾക്ക് ആനന്ദകരമായി നിൽക്കുന്ന ആ പുല്ലും പുഷ്പവും നാളെ വാടി കരിഞ്ഞു പോകുമ്പോൾ തീയിലെറിയപ്പെടാനുള്ളതാണ്. എന്നിട്ടും അവയെ സോളമൻ രാജാവിനെ കാട്ടിലും അധികം ദൈവം അലങ്കരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ അതേ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ, നിന്നെ അവിടുന്ന് എത്രയധികമായി അലങ്കരിക്കും, കരുതും, പരിപാലിക്കും, പരിഗണിക്കും. ഇന്നിൻ്റെയും നാളെയുടെയും കാര്യങ്ങളെ ഓർത്ത് ഉത്കണ്ഠപ്പെടുമ്പോൾ ആ പുല്ലിനെയും പൂക്കളെയും നോക്കണം. യാതൊരു ഉത്കണ്ഠയുമില്ലാതെ അവ പുഞ്ചിരിച്ച് നിൽക്കുന്നെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കാനാ അവിടുന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ അല്പവിശ്വാസികളെ എന്ന് വചനത്തിൽ വിളിക്കുന്നത്. പരിപൂർണ വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിക്കാം. അവിടുന്ന് അലങ്കരിക്കും നമ്മുടെ ജീവിതങ്ങളെ മറ്റാർക്കും ആവാത്ത വിധം. കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.